ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക വാഹനം അദ്ദേഹം ഉപേക്ഷിച്ചു. AKG സെൻറ്ററിൽ നിന്ന് CPIM ഏർപ്പാടാക്കിയ വാഹനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കയറിയിട്ടുള്ളത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. നാളെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയാണുള്ളതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രതികരിച്ചില്ല, വിമാനം ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തും അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ, തുടർ നടപടികൾ എന്തൊക്കെയാണ്? ദിലീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം 24 മണിക്കൂറായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കനത്ത തോൽവി ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെയും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് R. ശ്രീജിത്താണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് R. ശ്രീജിത്ത് ഉള്ളത്. കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല മാധ്യമപ്രവർത്തകരോട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അദ്ദേഹം വീട്ടിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് R. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, പറയൂ. ദിലീപ്, കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതാദ്യമായാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തുന്നത്. ഇന്നലെ പരാജയത്തെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായി വിജയൻ 10:50-നാണ് കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല വിജയനും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ പിണറായി വിജയനെ സ്വീകരിക്കാനായി മുൻ മന്ത്രി V. ശിവൻകുട്ടി, CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ വർക്കലയിൽ നിന്ന് വിജയിച്ച V. ജോയി, ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി A. റഹീം എന്നിവരാണ് എത്തിയിരുന്നത്. ഔദ്യോഗിക വാഹനമോ മറ്റ് സുരക്ഷാ വാഹനങ്ങളോ ഇല്ലായിരുന്നു. AKG സെൻറ്ററിൽ നിന്ന് ഏർപ്പെടുത്തിയ KL 01 CR 4291 എന്ന MV ഗോവിന്ദൻ ഉപയോഗിക്കുന്ന വാഹനമാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത്. ഇവിടെ നിന്ന് അദ്ദേഹം നേരെ ക്ലിഫ് ഹൗസിലേക്കാണ് പോകുന്നത്. ക്ലിഫ് ഹൗസ് നാളെ ഒഴിയാനാണ് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ സെക്രട്ടറി യോഗത്തിലും പങ്കെടുത്ത ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്ന സൂചനകളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റോടുകൂടി അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും ഫലത്തോട് തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വിഷയം. അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചില്ല. ഇന്നലെ കണ്ണൂരിൽ ഉണ്ടായിരുന്നെങ്കിലും കണ്ണൂരിൽ പ്രതികരണം ഉണ്ടായില്ല. ഇന്ന് രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും ചിരിച്ചുകൊണ്ട് കൈയാട്ടി അദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതികരണമില്ല. ഇതുവരെയും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച്, കനത്ത തോൽവിയെക്കുറിച്ച് അദ്ദേഹത്തിന് മൗനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. പക്ഷേ കണ്ണൂരിലും തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ നിരവധി മാധ്യമങ്ങൾക്ക് അഭിമുഖ പരമ്പരകൾ നൽകിയിരുന്ന പിണറായി വിജയൻ പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രതികരിക്കാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. നാളെ തിരുവനന്തപുരത്ത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കുമോ പ്രതികരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പിണറായി വിജയൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.